യുക്രൈൻ യുദ്ധത്തിൽ 30 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശത്തോട് തത്വത്തിൽ യോജിക്കുന്നുണ്ടെങ്കിലും കരാർ സംബന്ധിച്ച് തനിക്ക് ചില വിയോജിപ്പുകളുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സമാധാന കരാറിന് റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കി ആവശ്യപ്പെട്ടു. റഷ്യ ശരിയായ കാര്യം ചെയ്തില്ലെങ്കിൽ ലോകത്തിന് അത് നിരാശാജനകമായിരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. വെടിനിർത്തലിനുള്ള അമേരിക്കൻ നിർദ്ദേശത്തെ തത്വത്തിൽ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളിലും ഇനിയും ചർച്ച നടക്കേണ്ടതുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായി മോസ്കോയിൽ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് വാർത്താസമ്മേളനത്തിൽ വ്ളാഡിമിർ പുടിൻ നിലപാട് വ്യക്തമാക്കിയത്. ശത്രുത അവസാനിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നുവെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സമാധാനത്തിനാകണം വെടിനിർത്തൽ ഊന്നൽ നൽകേണ്ടതെന്നും പുടിൻ പറഞ്ഞു. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ഇടപെടലിന് പുടിൻ നന്ദി അറിയിച്ചു. 30 ദിവസത്തെ വെടിനിർത്തലിനുള്ള അമേരിക്കയുടെ നിർദ്ദേശത്തിന് കഴിഞ്ഞ ആഴ്ച യുക്രൈൻ പ്രസിഡന്റ് സമ്മതം മൂളിയതിന് പിന്നാലെയാണ് പുടിന്റെ പ്രതികരണം. എന്നാൽ വെടിനിർത്തലിനോടുള്ള പുടിന്റെ നിലപാട് കൗശലത്തോടെയുള്ളതാണെന്നും റഷ്യയ്ക്കുമേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പ്രതികരിച്ചു. പുടിന്റെ നിബന്ധനകൾ വെടിനിർത്തൽ സാധ്യമാക്കില്ലെന്നും കാര്യങ്ങൾ വൈകിപ്പിക്കാനാണ് റഷ്യ ശ്രമിക്കുന്നതെന്നും സെലൻസ്കി കുറ്റപ്പെടുത്തി. റഷ്യയിൽ നിന്ന് നല്ല സൂചനകൾ ലഭിക്കുന്നുണ്ടെങ്കിലും ശരിയായ രീതിയിൽ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ലോകത്തിനത് നിരാശാജനകമായിരിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് 24.